ബ്രഹ്മപുരത്ത് ഇപ്പോഴും തീ അണഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് വീണ്ടും വീണ്ടും ഇടയ്ക്കിടെ കത്തുന്നുണ്ട്, പടരുന്നുണ്ട്. അഗ്നിരക്ഷാ സേനയുടെ നിതാന്ത ജാഗ്രത മൂലം മാത്രമാണ് തുടക്കത്തിലേക്ക് എടുത്താൻ കഴിയുന്നതും നേരത്തെ നമ്മൾ കണ്ടതുപോലെ വലിയൊരു ഗുരുതരമായ സാഹചര്യത്തിലേക്ക് അത് മാറാത്തതും. പക്ഷേ അവരുടെ ഒരു പ്രശ്നം, നമ്മൾ ഈ അഗ്നി സംരക്ഷണ സേനയുടെ വലിയ പ്രവർത്തനങ്ങളെ കുറിച്ച് ആദ്യഘട്ടം മുതൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവരുടെ ഒരു നിതാന്തമായ പരിശ്രമമാണ് കൊച്ചിയെ വലിയ ദുരന്തത്തിൽ രക്ഷിച്ചത്. പക്ഷേ ഇപ്പോഴും ഇത്രയും അവർ കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടും യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെയാണ് ഈ മാലിന്യ കൂമ്പാരത്തിനിടയിൽ ഇവർ കഴിയുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടി വരുന്നത്. ആ വാർത്തയിലേക്കൊന്ന് പോകും. രണ്ടാഴ്ചയോളം നീണ്ട അഗ്നിബാധ, കടുത്ത തീയും പുകയും ദുർഗന്ധവും, 100 ഏക്കറോളം വരുന്ന മാലിന്യമല. പ്രതിസന്ധികൾ അങ്ങനെ ഒരുപാടുണ്ടായിരുന്നെങ്കിലും വിചാരിച്ചതിനും വേഗത്തിൽ നമ്മുടെ അഗ്നിരക്ഷാസേന ബ്രഹ്മപുരത്തെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി. 20 അടിയോളം ഉയരത്തിൽ കുന്നുകൂട്ടിയിരിക്കുന്ന മാലിന്യങ്ങളുടെ അടിത്തട്ടിൽ ഇപ്പോഴും മീഥൈൽ വാതകത്തിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ തീപിടിക്കാനുള്ള മുഴുവൻ സാധ്യതയുമുണ്ട്. ചില സ്ഥലങ്ങളിൽ നിന്ന് പുകയും ചില സ്ഥലങ്ങളിൽ തീയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പീരിയോഡിക്കൽ വല്ലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട്. ആ തീയ് ഞങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഞങ്ങൾ കിടത്തുന്നതുകൊണ്ട് കൂടുതൽ പടരാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. മരത്തിൻ്റെ വേരിന് ചെറുതായിട്ട് ഫയർ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പോഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നമ്മ JCB ഉപയോഗിച്ച് ആ വേര് പൊക്കിയെടുത്ത് വെള്ളമടിച്ച് നമുക്ക് എടുത്ത് ചെറിയൊരു ഫയർ ആയിരുന്നു, കുഴപ്പമുണ്ടായിരുന്നു. അഗ്നിരക്ഷാസേനയുടെ 15 അംഗ സംഘം മുഴുവൻ സമയവും ഇവിടെ കാവലിരിക്കുന്നുണ്ടെങ്കിലും യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇവർക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടി അതിനു താഴെയാണ് ഇവരുടെ സങ്കേതം. പ്രാഥമിക കൃത്യങ്ങൾക്ക് പോലും പരിമിതമായ സൗകര്യങ്ങളേയുള്ളൂ. എങ്കിലും ആരോടും പരാതികളില്ല. ഈ അസൗകര്യങ്ങളുടെ നടുവിൽ നിന്നാണ് ഞങ്ങൾ 22 ദിവസമായിട്ട് ഞങ്ങളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഞങ്ങൾക്കൊരു ശീലമായി, ഞങ്ങളുടെ കടമയാണ്. ആ കടമ ഞങ്ങൾ സന്തോഷത്തോടെ ചെയ്യുന്നു. ഞങ്ങൾക്ക് യാതൊരു പരാതി അനുഭവമൊന്നുമില്ല, സന്തോഷം മാത്രം. ബ്രഹ്മപുരം പദ്ധതി കരാറിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അതിനിടയിൽ ഇങ്ങനെ ചിലർ കൂടി ഇവിടെയുണ്ടെന്ന് അധികൃതർ ഓർക്കണം. ബ്രഹ്മപുരത്ത് ഇനിയൊരു ദുരന്തമുണ്ടാകാതിരിക്കാൻ എല്ലാ പരിമിതികൾക്കിടയിലും കണ്ണിമചിമ്മാതെ കാവലിരിക്കുന്നുണ്ട് നമ്മുടെ അഗ്നിരക്ഷാസേന. അവർക്ക് മതിയായ സൗകര്യമൊരുക്കാനുള്ള ബാധ്യത കൂടി നമ്മുടെ അധികാരികൾക്കുണ്ട്. ബ്രഹ്മപുരത്ത് നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ടാനിപ്പോൾ ന്യൂസ് 18.